ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഞാൻ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി ആദ്യമായിട്ട്. ഇത്രയും നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം എന്നുള്ളത്, സാധിച്ചു. എന്താ പറയുക, പോയത് വലിയ കാര്യമായി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാനും ഉള്ളിൽ കയറി തൊഴാനുള്ള ഭാഗ്യമില്ല. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും 12 മണിയായിപ്പോയി. നട അടച്ചു. അതുകൊണ്ട് പിന്നെ പോയിന്നേ ഉള്ളൂ, തൊഴിൽ നടന്നില്ല. പുറത്തുനിന്ന് തൊഴുതു, പ്രാർത്ഥിച്ചു, ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അതൊരു ഭയങ്കര നഷ്ടം. അങ്ങനെ കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പറ്റിയില്ല. ആ ഒരു സങ്കടമുണ്ട്. വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഒന്ന് പോകണം എന്നുള്ളത്, പക്ഷെ പറ്റിയില്ല. മക്കളുടെ ഫോട്ടോ എടുത്തു, ഞങ്ങളുടെ ഫോട്ടോ എടുത്തു, പിന്നെ കുറേ വീഡിയോസ് എല്ലാം എടുത്തു. ഞങ്ങളിങ്ങ് പോന്നില്ല. തെക്കേ നടയും കിഴക്കേ നടയും വടക്കേ നടയൊക്കെ കണ്ട്, അതിന് തൊട്ടപ്പുറത്താണല്ലോ പൂരം നടക്കുന്ന, അപ്പുറത്താണ് ദേവീക്ഷേത്രം, അതൊക്കെ കണ്ടു. ഞങ്ങളിങ്ങ് പോന്നു. പിന്നെ എന്താ പറയുക, ഒരുപാട് നാളത്തെ ആഗ്രഹം. നിറച്ചും പൂവൊക്കെ വെക്കണം. ഓണത്തിൻ്റെ അത്തോടാനുള്ള ചന്ത പോലെ പൂക്കളും എല്ലാം ഉണ്ട്. ഇതെൻ്റെ അമ്മയാണ്. അങ്ങനെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാണണം, ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. നടേൻ്റെ എല്ലാം കൂട്ടി വെച്ചേക്കുക. ഞങ്ങളതിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തു. എന്നിട്ട് കുറേ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. അതിൻ്റെ ഉള്ളിലത്തെ കൊത്തുപണികളൊക്കെ കാണാമെന്ന് പറഞ്ഞു, അങ്ങനെ അതെടുത്തു. അത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഉള്ളതല്ലേ, അതിൻ്റെ ഉള്ളൊക്കെ കണ്ടു. അതൊക്കെ കണ്ടു. പണ്ടത്തെ വീടുകളിലെ പോലത്തെ. അത് കഴിഞ്ഞ് ആനേനെ കാണാൻ പോയി ഞങ്ങൾ. ആനയ്ക്കൊക്കെ മതപ്പാടാ, അതുകൊണ്ട് അവർ പറഞ്ഞ അടുത്തേക്കൊന്നും പോരെന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന റൂമിൻ്റെ സൈഡിലൊന്നും ഞങ്ങളെ കണ്ട്. തിരിച്ചങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. എല്ലാവരുടെയും വീഡിയോസ് എല്ലാം എടുത്ത് തിരിക്കുമ്പോഴാണ് ഞങ്ങൾ പൂക്കൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പൂക്കൾ കാണാൻ നല്ല ഭംഗിയല്ലേ, ഒരു സൈസ് പൂക്കൾ. അപ്പോൾ പൂക്കളുടെ വീഡിയോസും കൂടി എടുക്കാമെന്ന് പറഞ്ഞങ്ങനെ ഞാൻ പൂക്കളുടെ വീഡിയോസ് കുറേ ഉണ്ട്. ഒരുപാട് ജനങ്ങളുണ്ട് ഇവിടെ. കണ്ട പൂക്കൾ കണ്ട, ഏതാ സൈസ് നോക്കി. പക്ഷെ ഇതിനേക്കാളും കൂടുതലുള്ള വയനാടാട്ടോ. വയനാട് പോയ ദിവസം പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരുപാടുണ്ട് പൂക്കൾ. ഇതാ അമ്പലം കണ്ടു. എന്നാൽ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ശരി.